വെൽക്കം ബാക്ക് ടു FoODIES. ഇന്ന് നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലി വെച്ച് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് ട്രൈ ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4-5 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അതായത് നല്ല കട്ടിയായിട്ട് കിട്ടും. ഞാനിവിടെ രാവിലെ വെച്ചതാണ്, വൈകിട്ടാണ് ഇത് എടുത്തത്. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, നല്ലപോലെ കല്ല് പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നത്. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇഡ്ഡലിയെല്ലാം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയുകൊണ്ട് അരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമാണ്. നല്ല ഷേപ്പിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം. എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇഡ്ഡലിയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാടും കനം കുറയ്ക്കേണ്ട, അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇട്ട് ഉടനെ ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇളക്കി തുടങ്ങാം. മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. തീ ഒട്ടും കുറഞ്ഞു പോകരുത്, അതുപോലെ തന്നെ കൂടിയും പോകരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. നമുക്ക് ബാക്കി വന്ന ഇഡ്ഡലി വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഈ സിമ്പിൾ ഈവനിങ് സ്നാക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി വന്ന ഇഡ്ഡലി ആരും വെറുതെ കളയരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്